കുരുന്നുകൾക്ക് പുതുജീവനേകി കടന്നുപോയ 10 മാസം പ്രായമായ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. വിശദാംശങ്ങളുമായി റഹീമാണ് നമുക്കൊപ്പം ചേരുന്നത്. റഹീം, ഏറെ നൊമ്പരത്തോടുകൂടിയാണ് ആലിന് എല്ലാവരും വിട നൽകുന്നത്. ആലിൻ ഒരു കുഞ്ഞു മാലാഖ. ആ മാലാഖയുടെ സംസ്കാര ചടങ്ങുകളാണ് അല്പസമയത്തിനകം നടക്കുന്നത്. സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ആലിന് വിട നൽകുന്നത്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. സ്വാതി, ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ പൊതുദർശനം ഇപ്പോഴും ആ വീട്ടിൽ പുരോഗമിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 7:30 മുതൽ തുടങ്ങിയ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുന്നു. നിരവധി ആളുകൾ ഈ കുട്ടിയെ മുൻപ് കണ്ടിട്ടില്ലാത്ത, ഈ വീട്ടുകാരോട് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത, ഇവരോട് യാതൊരു പരിചയവുമില്ലാത്ത ആളുകളാണ് ഏറെയും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു കുഞ്ഞായി ഈ ആലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതിൽ 5 ആളുകൾക്ക് പൊതുജീവൻ നൽകുന്നു, അല്ലെങ്കിൽ 5 കുഞ്ഞുങ്ങൾക്ക് പൊതുജീവൻ നൽകുന്നു എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടിക്കാണ്, ശ്രേയയ്ക്കാണ് ഈ ആലിൻ ഷെറിൻ്റെ വൃക്കകൾ ദാനം ചെയ്തത്. ആ കുട്ടി ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും അത് വലിയ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ആലിൻ ഷെറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു നൊമ്പരമായി നിൽക്കുകയും ചെയ്യുന്നു. നിരവധി ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നും, അതുകൂടാതെ തന്നെ ഈ വാർത്തകൾ കണ്ടറിഞ്ഞ് വന്ന നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, ആ കുട്ടിയെ ഒരു നോക്ക് കാണാനായി എത്തുന്നത്. നേരത്തെ മന്ത്രിമാരായിട്ടുള്ള VN വാസവനും അതോടൊപ്പം തന്നെ സജി ചെറിയാനും അടക്കമുള്ളവർ എത്തിയിരുന്നു. പത്തനംതിട്ട SP, അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഈ ഒരു പൊതുദർശനം ഇവിടെ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ ആ കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ആളുകൾ ഇപ്പോഴും ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ തടിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 2 മണിക്ക് ശേഷം ഇവിടെ നിന്ന് മൃതദേഹം പള്ളിയിലേക്ക് അന്തിമ ശുശ്രൂഷകൾക്കായി കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ആ പള്ളിയിൽ, ഇവിടെ തൊട്ടടുത്ത് മല്ലപ്പള്ളിയിൽ തന്നെയുള്ള സെൻറ്റ് തോമസ് CSI പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം പൊതുദർശനം അവസാനിക്കും. പക്ഷേ പൊതുദർശനം ഈ 2 മണി എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അത് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ എത്തുന്നു. നേരത്തെ സജി ചെറിയാനും അതോടൊപ്പം തന്നെ VN വാസവനുമൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ കൂടി കുട്ടിയെ കാണാനായി എത്തുകയാണ്. സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും തന്നെയാകും ആലിൻ ഷെറിനെ യാത്രയാക്കുക എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കം ഈ വീട്ടിലേക്ക് എത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ ആളുകളും അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക്. കുരുന്നുകൾക്ക് പുതുജീവനേകി കടന്നുപോയ 10 മാസം പ്രായമായ ആലിൻ ഷെറിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. മന്ത്രിമാരടക്കമുള്ള ആളുകൾ, നിരവധി ആളുകളാണ് ആലിനെ അവസാനം ഒരു നോക്ക് കാണുവാനായി വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്.